പല ആളുകളും റിഗ്രറ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാലേ കുറച്ച് നാൾ മുമ്പേ ഞാൻ കുറച്ചുകൂടി എഫർട്ട് എടുത്തിരുന്നെങ്കിൽ നന്നായിട്ടൊന്ന് പ്ലാൻ ചെയ്തിരുന്നെങ്കിൽ ഈ ഇന്നത്തെ ഒരു അവസ്ഥ എനിക്ക് മാറ്റാമായിരുന്നതെന്നാണ്. അതിപ്പോൾ ഏതൊരു മേഖലയിലാണെങ്കിലും ഇപ്പോൾ പഠിക്കുന്ന വിഷയത്തിൽ തന്നെ നമുക്കറിയാം, നമ്മൾ വിചാരിക്കാറില്ലേ ഒന്നുകൂടി നന്നായിട്ട് പഠിച്ചിരുന്നെങ്കിൽ നമുക്ക് ആ മാർക്കുകളൊക്കെ ഒന്നുകൂടി നന്നായിട്ട് സ്കോർ ചെയ്യാമെന്ന് വിചാരിക്കാറില്ലേ. അപ്പോൾ ഈ ഒരു റിഗ്രറ്റ് മാറ്റാനായിട്ട് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു ഉദാഹരണത്തോടെ ഞാൻ പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്കിൾ ഫെൽപ്സിനെ കുറിച്ച് കേട്ടില്ലേ നമ്മൾ? വേൾഡിൽ തന്നെ ഏറ്റവും കൂടുതൽ ഗോൾഡ് മെഡൽ നേടിയ ഒളിമ്പിക് ചാമ്പ്യനാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ഈ ഒരു ആഗ്രഹം വന്നപ്പോൾ അദ്ദേഹം ചെയ്ത പണിയെന്ന് വെച്ചാൽ അദ്ദേഹം ഇതിനു മുമ്പ് ഈ റെക്കോർഡ് നേടിയ ആളെക്കുറിച്ചൊന്ന് പഠിക്കാൻ ശ്രമിച്ചു. അദ്ദേഹം എന്തൊക്കെ എഫർട്ട് എടുത്തു ആ ഒരു ലക്ഷ്യം നേടാൻ. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ആ എഫർട്ടിനേക്കാളും ഡബിൾ എഫർട്ട് എടുത്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അത് നേടാൻ കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇതേപോലെ നമുക്കും ഒരു നല്ലൊരു ലക്ഷ്യം വെച്ച് കഴിഞ്ഞാൽ, ഒരു 5 വർഷം കഴിഞ്ഞിട്ട് ഞാൻ എന്താവും എന്നൊരു ലക്ഷ്യം വെച്ച് കഴിഞ്ഞാൽ ആ ലക്ഷ്യം പിന്നെ എങ്ങനെ ഞാൻ എത്തിപ്പിടിക്കും, അതിന് ആൻസർ കണ്ടെത്താൻ കഴിഞ്ഞാൽ, അതായത് കൂടുതൽ എഫർട്ട് എടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ റിഗ്രറ്റ് ചെയ്യേണ്ടി വരില്ല.